സ്പോൺസർഷിപ്പ് ഇല്ലാതെ UK അൺസ്പോൺസേർഡ് ആയിട്ട് ഒരു വർക്ക് വിസയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് ഏകദേശം 5 വർഷം സ്കിൽഡ് വർക്കർ വിസ പോലെ നമുക്ക് UK വർക്ക് ചെയ്യാൻ പറ്റിയ വിസയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അക്കരെ. ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് സിദ്ദീഖ് സൈഫ്. സ്കെയിൽ അപ്പ് വിസ, സ്കെയിൽ അപ്പ് വിസ, നമ്മൾ പലരും ഈ വാക്ക് പോലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ഏകദേശം 1 വർഷത്തിന് മുകളിലായി UK ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 2026 ഒരുപാട് നിയമങ്ങൾ മാറിയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ കണ്ടറിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗൈസ്, എന്താണ് സ്കെയിൽ അപ്പ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഗവൺമെന്റ് റൂൾ അനുസരിച്ച് സ്കെയിൽ അപ്പ് വിസ കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് എംപ്ലോയേഴ്സ് ഉണ്ട്. ഈ കമ്പനിയിലേക്ക് നമ്മൾക്ക് വെറും 6 മാസം മാത്രം ഗവൺമെന്റ് ആ ഒരു നമ്മളെ സ്പോൺസർ ചെയ്താൽ മതി. ആ എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം കമ്പനി നമ്മളെ പറഞ്ഞു വിട്ടാലും ഇനി കമ്പനി ഷട്ട് ഡൗൺ ആയാലും ശരി, നമ്മുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് UK ഏതൊരു കമ്പനിയിലും, അതിന് സ്പോൺസർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കമ്പനി ആയിക്കോട്ടെ, സെയിം ലൈക്ക് സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് പോലെ ഫുൾ ടൈം ആയിട്ട്, സെയിം ലൈക്ക് PSW നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ഏതൊരു കമ്പനിയിലും നിയമപരമായിട്ട് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് തരുന്ന ഒരു വിസ കാറ്റഗറിയാണ് സ്കെയിൽ അപ്പ് വിസ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ സ്കെയിൽ അപ്പ് വിസ ഇപ്പം 2026 കുറച്ച് നിയമങ്ങളും മറ്റ് അപ്ഡേഷൻസുകളും വന്നിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്യും. ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ബേസിക് നോട്ട് തരാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മൾ UKVAയുടെ ഗവൺമെന്റ് സൈറ്റിൽ കയറി സ്കെയിൽ അപ്പ് വിസ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഈ പറയുന്നത് പോലെ സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ആ സ്പോൺസറിന്റെ ലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം അതിൽ തന്നെ ഔട്ട്സൈഡ് കൺട്രി ഉണ്ട്, ഇൻസൈഡ് കൺട്രി ഉണ്ട്. ഈ ഇൻസൈഡ് കൺട്രി ആണെങ്കിൽ നിങ്ങൾ ഇൻസൈഡ് കൺട്രി അല്ലെങ്കിൽ ഔട്ട്സൈഡ് കൺട്രി നോക്കി മെയിൻലി IT ഈ ഒരു സ്പോൺസറിന് ഒരു റിക്വയർമെന്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ സ്കെയിൽ അപ്പ് വിസ കാറ്റഗറിയിൽ വരുന്ന കമ്പനികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 എംപ്ലോയി ആയിട്ട് തുടങ്ങിയ കമ്പനി ലാസ്റ്റ് 3 വർഷം പഴക്കം വേണം. ആ ഒരു 3 വർഷം മുന്നേ തുടങ്ങിയ കമ്പനിക്ക് എവരി ഇയറിൽ 20% ആ കമ്പനിയുടെ നെറ്റ്വർത്തിൽ അല്ലെങ്കിൽ വരുമാനത്തിൽ ഇൻക്രിമെന്റ് ഉള്ള കമ്പനി ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് 3 വർഷം ഇൻക്രിമെന്റ് ഉണ്ട്. 4ാമത്തെ വർഷമാണ് അവർ സ്കെയിൽ അപ്പ് വിസ കാറ്റഗറിയിലേക്ക് ആ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കമ്പനിയിൽ IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പുതിയതായിട്ട് UK വളർന്നു വരുന്ന ഒരുപാട് മെയിൻലി ITയും റിസർച്ച് പോലുള്ള മേഖലയിലുള്ള കമ്പനികളാണ് ഈ ലിസ്റ്റിലുള്ളത്. അപ്പൊ ആ കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് ആപ്ലിക്കേഷൻ, ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് നമുക്ക് സ്കെയിൽ അപ്പ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് മീറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന്, UK ഗവൺമെന്റ് പറയുന്ന രീതിയിലുള്ള ഒരു സ്പോൺസേഡ് COS നമുക്ക് കിട്ടണം. അതായത് സ്കെയിൽ അപ്പ് വിസ കാറ്റഗറി എന്നുള്ള ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ്, നിയമപരമായ പ്രോപ്പർ സ്പോൺസർഷിപ്പ്. എങ്ങനെയുള്ള COS ആണ് ഗൈസ്? ഗവൺമെന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 36,300 പൗണ്ട്സ് ആനുവൽ സാലറി ഉണ്ടായിരിക്കണം. 1. 2, മിനിമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മന്ത്സ് എങ്കിലും ആ കമ്പനി നമ്മൾ ആ സാലറിയോട് കൂടി സ്പോൺസർഷിപ്പ് ചെയ്ത്, അതായത് നോർമലി നിങ്ങൾക്കറിയാം നോർമൽ സ്കിൽഡ് വർക്കർ വിസ ആണെങ്കിൽ മിനിമം 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഒക്കെയാണ് കിട്ടുന്നത്. 1 ഇയർ കൊടുക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഈ സ്കെയിൽ അപ്പ് വിസ കാറ്റഗറി ആയതുകൊണ്ട് മിനിമം നമ്മളെ 6 മന്ത്സ് മാത്രം കമ്പനി സ്പോൺസർ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, 6 മന്ത്സ് മിനിമം മെൻഷൻ ചെയ്ത് 36,300 ആനുവൽ സാലറിയോട് കൂടിയ പ്രോപ്പർ സ്പോൺസർഷിപ്പും ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഗവൺമെന്റ് പറയുന്ന ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫഷൻസ് ആണ്. IELTS 5.5 വേണമെന്ന് മാൻഡേറ്ററി ഒന്നുമില്ല. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ കൊടുക്കുന്നത് പോലെ നമ്മുടെ ഗ്രാജുവേഷൻ നമ്മൾ ചെയ്ത സ്ഥലത്ത് നമുക്ക് MOI കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വരും. ഇനി അതുമല്ല, നിങ്ങൾ UK ഗ്രാജുവേറ്റഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ UK ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം. മൂന്നാമതായിട്ട് അവർ പറയുന്ന ഒരു 1,30,000 മെയിന്റനൻസ് ഫണ്ട്, നമ്മൾ FD ലിവിംഗ് എക്സ്പെൻസ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം. അത് മാൻഡേറ്ററി അല്ല. കമ്പനി പറയുകയാണ് നമ്മുടെ എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലും കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ COS മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഫണ്ട് കാണിക്കേണ്ട. ഇല്ലെങ്കിൽ ഒരു 1,30,000 1.5 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു എമൗണ്ട് അപ്പോഴത്തെ പൗണ്ട് വാല്യൂ അനുസരിച്ച് കാണിക്കേണ്ടി വരും. മൂന്നാമത്തെ കേസ്. നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെവൽ 6 RPF ലെവൽ 6 കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ബാച്ചിലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ആയിരിക്കണം. ലെവൽ 6 മുതൽ മുകളിലേക്കുള്ളവർക്കാണ് ഈ പറഞ്ഞ വിസ കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് മെയിൻ 4 റിക്വയർമെന്റ്സ്. ഇനി ആളുകൾക്ക് തോന്നുന്ന ഒരു സംശയ ക്വസ്റ്റ്യൻ, ഈ വിസയ്ക്ക് എത്ര കാലാവധി വരെ പറ്റും? ഗൈസ്, 5 വർഷം വരെ പറ്റും. ഇതില് ആദ്യത്തെ 6 മാസം മാത്രം ആ കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്താൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷമുള്ള 1.5 വർഷം നമുക്ക് ഏത് കമ്പനിയിൽ എങ്ങനെ വേണോ വർക്ക് ചെയ്യാം.
ഇതിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 5 years ആണ് ഞാൻ പറഞ്ഞു. ഈ 2 year കഴിഞ്ഞ് നമ്മൾ അഗെയിൻ 3 year എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ചോദിക്കുന്ന ഒരു റിക്വയർമെന്റ് ആദ്യം 6 മാസം ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഇറങ്ങിയാലും അതിനുശേഷം ഈ 2 വർഷത്തിനിടയിൽ ടോട്ടൽ 12 മാസം, ഒരു വർഷം ഗവൺമെന്റ് പറഞ്ഞ 36,300 എന്ന് പറഞ്ഞ സാലറിയിൽ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്ത പേ സ്ലിപ്പും കാര്യങ്ങളും നിങ്ങളുടെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ മാത്രമേ 2 വർഷത്തിന് ശേഷം എഗെയിൻ 3 വർഷം എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അപ്പോ നമുക്ക് അടുത്തൊരു സംശയം തോന്നാവുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 മാസവും സ്കെയിൽ അപ്പ് വിസ കാറ്റഗറിയിൽ വരുന്ന കമ്പനി തന്നെ വർക്ക് ചെയ്യണം, അങ്ങനെ ഇല്ല. ഈ 6 മാസം കഴിഞ്ഞ് പിന്നെയുള്ള 4.5 വർഷം ഞാൻ ടോട്ടലിയാ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് 4.5 വർഷവും എവിടെയും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 6 മാസം മാത്രം സ്കെയിൽ അപ്പ് വിസ കമ്പനിയിൽ വർക്ക് ചെയ്താൽ മതി. 6 മാസത്തിന് ശേഷം നിങ്ങൾ എവിടെ വർക്ക് ചെയ്താലും അതൊരു പ്രശ്നമേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 മാസം ആ സാലറി റിക്വയർമെന്റ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. 2 വർഷത്തിന് ശേഷമുള്ള വിസ. നമ്മളെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഒരു കമ്പനി 6 മാസം വിസ സ്പോൺസർ ചെയ്ത് COS തന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങിയ ശേഷം 6 മാസം കഴിയുമ്പോൾ വീണ്ടും വിസയ്ക്ക് ആപ്ലിക്കേഷൻ വയ്ക്കണമെന്ന് സംശയം തോന്നാം. അങ്ങനെയൊന്നുമില്ല. 6 മാസമാണ് അവർക്ക് നമ്മൾ സ്പോൺസർ ചെയ്ത് COS തന്നാലും ഗവൺമെന്റ് അറിയാം ഇത് ഞാൻ ഈ പറഞ്ഞ സ്കെയിൽ അപ്പ് വിസ കാറ്റഗറിയാണ്. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് വരുമ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു അൺസ്പോൺസേർഡ് ആയിട്ടുള്ള 1.5 വർഷത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആദ്യം നിങ്ങൾ 6 മാസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടുന്നത് 2 years ആയിരിക്കും. ഡിപ്പെൻഡന്റ് വിസയാണ്. സ്പൗസ് വിസ അലൗഡ് ആണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നോർമലി നമ്മൾ എങ്ങനെയാണോ വർക്ക് വിസയ്ക്ക് വരുന്ന വിസ കാറ്റഗറിയിലുള്ളവർ IHS-ഉം വിസ ഫീസും അടച്ച് എങ്ങനെ പേ ചെയ്ത് വരും അതുപോലെ ആ പറയുന്ന ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡന്റ് വിസ അലൗഡ് ആവും. അടുത്തതായിട്ട് വരുന്നൊരു ചോദ്യം ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. നമുക്ക് മിനിമം ഏജ് 18 ആണ് അവർ പറയുന്നത്. ഏജ് 18 കഴിഞ്ഞവർക്കും എനിക്ക് തോന്നുന്നു ഏജ് 18 വെച്ച് പറ്റൂല. ഒരു UKVയുടെ സൈറ്റിൽ 18 ആണ് കൊടുത്തിരുന്നത്. പക്ഷെ ലോജിക്കലി ബാച്ചിലേഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് 21 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സാവും. അപ്പൊ എന്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് ഒരു 22 വയസ്സായ ഒരാൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് മീൻസ് ഒരു കമ്പനിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വിസ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞൊരു 715 pounds ഉണ്ട്. അത് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 1035 എന്ന് പറയുന്ന IHS ഉണ്ട്, ഹെൽത്ത് സർചാർജ്. അത് 2 വർഷത്തേക്ക്, അതായത് 2 year വിസ ആണെങ്കിൽ ഒരു വർഷം 1035 pounds × 2 years. ആ 2 വർഷത്തെ പൈസ നമ്മൾ IHS അടയ്ക്കേണ്ടി വരും. 3 ലിവിംഗ് എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോക്ക്ഡ് എമൗണ്ട് അത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾമോസ്റ്റ് കമ്പനി അത് സ്പോൺസർ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1,33,000 രൂപ അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. ഇതാണ് നമുക്ക് വിസയ്ക്ക് ടോട്ടലി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ UK-ൽ ഇപ്പം പല കമ്പനികളും തുറക്കുന്നു, പൂട്ടി പോകുന്നു, നമ്മൾ പെട്ടുപോകുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല കമ്പനിയും സാലറിയുടെ ബേസിസിൽ ലോങ് ടൈം ആയിട്ട് എംപ്ലോയീസിനെ എടുക്കാൻ പേടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഗൈസ് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു വിസ കാറ്റഗറി എന്ന് തന്നെ പറയാം. സോ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ പലരും വീഡിയോ കാണും, സെർച്ച് ചെയ്യുന്നത് കളയും, അങ്ങനെ സിറ്റുവേഷൻ. ഗൈസ് ദയവ് ചെയ്ത് എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ സ്നേഹിതരായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് UKVയുടെ സൈറ്റിൽ കയറാൻ, എന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തത്, അതിൽ കേട്ട് സ്കെയിൽ അപ്പ് വിസ കാറ്റഗറിയിൽ 100 കണക്കിന് കമ്പനിയാണ്. നോർമലി കയറുമ്പോൾ ഒരു 1000 കമ്പനിയുടെ ഡീറ്റെയിൽസ് വരും. ആ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ PDF-ന് മുകളിൽ തന്നെ സെർച്ച് ബട്ടൺ ഉണ്ട്. ആ സെർച്ച് ബട്ടണിൽ കയറി സ്കെയിൽ അപ്പ് വിസ കമ്പനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനി കയറി ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൈസ് ഒരു 3 കമ്പനി വെച്ച് നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഡിപ്പെൻഡന്റ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൊടുക്കുക. കിട്ടിയാൽ എന്തായാലും ലോട്ടറി, ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. നാളെ നമ്മൾ ചെയ്തില്ല എന്നൊരു വിഷമം തോന്നുന്നത്. ഗൈസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സോ ഞാൻ എന്തായാലും എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരും ചെയ്യാത്ത നല്ല നല്ല കണ്ടന്റ്സുമായിട്ട് ഞാൻ തിരിച്ചു വരും. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.